ഇന്ത്യൻ മധ്യകാല ചരിത്രത്തിൽ ഒരു നിർണായക ഘട്ടമുണ്ട്. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ ദിശ തന്നെ മാറുന്നു. ഈ മാറ്റങ്ങളുടെ തുടക്കം ഇന്ത്യയിൽ നിന്നല്ല, പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ ഗോർ മേഖലയിൽ നിന്നാണ്. ഹെറാത്തിന് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശമാണ് ഗോറി സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രം. ഇവിടെ നിന്നാണ് ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചത്. തറയൻ യുദ്ധങ്ങൾ, രജപുത്ര ശക്തികളുടെ തകർച്ച, ഒടുവിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ അടിത്തറ, ഇവയെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഈ എല്ലാ സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയാണ് മുഹമ്മദ് ഗോറി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ പൂർണ്ണനാമം മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഗോറി എന്നാണ്. യഥാർത്ഥ നാമം മൊയീസുദ്ദീൻ മുഹമ്മദ് ബിൻ സാം എന്നാണ്. ജനനം AD 1162, മരണം AD 1206. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പർവ്വതനിരകൾക്കിടയിൽ ഒരു ഇടുങ്ങിയ പാത കാണാം. പഴയ കാലങ്ങളിൽ സൈന്യങ്ങൾ ഇന്ത്യയിലേക്കുള്ള പ്രവേശനത്തിന് കൂടുതലായി ഉപയോഗിച്ചിരുന്ന വഴിയായിരുന്നു ഇത്. ഇതാണ് ഖൈബർ പാസ് അഥവാ ഖൈബർ ചുരം. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭാഗത്തു നിന്ന് ഇന്ത്യയിലേക്കുള്ള പല ആക്രമണങ്ങളും നടന്നത് ഈ ചുരത്തിലൂടെയാണ്, ഈ ഖൈബർ പാസിലൂടെയാണ്. അതുപോലെ നമ്മുടെ ഗോറിയും ഇന്ത്യയിലേക്ക് കടക്കാൻ തിരഞ്ഞെടുത്ത പാത ഏതാണ്? ഖൈബർ ചുരമാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഇന്ന് പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന മുൾട്ടാൻ എന്ന പ്രദേശമാണ്. അപ്പം ഇത് കോൺക്യൂർ ചെയ്തത്, ഈ പ്രദേശം മുഹമ്മദ് ഗോറി പിടിച്ചെടുത്തത് AD 1175 അപ്പോൾ നമ്മുടെ PSC ഫാക്റ്റാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യം പിടിച്ചടക്കിയ സ്ഥലം പാകിസ്ഥാനിലെ മുൾട്ടാൻ എന്ന പ്രദേശം, വർഷം AD 1175.